വലിയൊരു എക്സ്പെക്ടേഷനിലൊക്കെയാണ് ഈ ഒരു കാർഡ് ഉണ്ടാക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു വീഡിയോൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ക്രിസ്മസ് ട്രീക്ക് അതിൽ കണ്ട ക്രിസ്മസ് ട്രീനെക്കാട്ടിലും കുറച്ച് വലിപ്പമൊക്കെ കൂടുതലാട്ടോ. എന്തോ വരച്ച് കട്ട് ചെയ്തപ്പോൾ ഞാനത് ശ്രദ്ധിക്കാനും മറന്നുപോയി. ഇപ്പം അങ്ങോട്ടേക്കൊന്നും നോക്കുന്നു വേണ്ട, മൊത്തത്തിൽ എന്തൊക്കെയോ പാളിയിക്കണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്നെങ്കിലും ഒന്ന് കാണാമല്ലോ. അപ്പം ഞാൻ അതിലുള്ള പോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കുറച്ചൊക്കെ ചേഞ്ചസ് ഇൻ്റെതായിട്ടുള്ളതൊക്കെ വരുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സ്കെച്ച് വെച്ചിട്ടാണ് ഇത് പെയിൻറ് ചെയ്യുന്നത്. നോർമൽ ചെറിയ സ്കെച്ച് പെൻ വെച്ചിട്ടൊന്നും ഇത് പെയിൻറ് ചെയ്തെടുക്കൽ അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാനിതിന് ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്രിലിക് കളർ ആയതുകൊണ്ട് അതിനൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഷോ കാണിക്കലാണ്. പിന്നെ ഞാൻ വലിയ ആളെ കണ്ട് എഴുതിയതാണ്. പക്ഷെ എഴുതിയതെന്തോ അത്ര റൈറ്റിംഗ് ഒന്നും അത്ര പോരാ, എന്താണെന്നറിയില്ല. ചിലത് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ പാളിയ പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴും പാളിക്കൊണ്ടേയിരിക്കും. ഏതായാലും പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞൊരു റൈറ്റിങ്സും കൊടുത്തിട്ട് ഒരു സ്റ്റിക്കറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലൊരു സ്റ്റാർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതാട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കാർഡിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ കാർഡിൻ്റെ ഒരു മേക്കിംഗ് പറഞ്ഞാൽ. അപ്പോൾ ഫൈനൽ ലുക്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.